CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ CMRLന് തിരിച്ചടി. ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ച് ഡിവിഷൻ ബെഞ്ച്. അന്വേഷണത്തിൽ തൽക്കാലം ഇടപെടാനില്ലെന്നും കോടതി. വിവരങ്ങളുമായി ഡി ബിനോയാണ് ചേരുന്നത്. ബിനോയ്, ഇപ്പോൾ വലിയൊരു തിരിച്ചടിയാണ് CMRLന് നേരിട്ടിരിക്കുന്നത്. ED അന്വേഷണം തുടരാമെന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കേസ് പരിഗണിച്ച ഉടൻ തന്നെയാണ് ഈ ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്ന CMRLന്റെ നടപടിക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു വേണമെങ്കിൽ പറയാം. തൽക്കാലം ഈ CMRLന് എതിരെയുള്ള അന്വേഷണത്തിന് EDക്ക് സ്റ്റേ ഇല്ല, അന്വേഷണം തുടരാം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നൽകിയിരിക്കുന്ന അപ്പീലിന്മേൽ വാദം കേൾക്കാൻ തയ്യാറാണെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവസാനം വരെ വാദം കേൾക്കാൻ തയ്യാറാണെന്ന് കോടതി അറിയിച്ച സാഹചര്യത്തിൽ EDയും അവരുടെ കൈവശമുള്ള എല്ലാ രേഖകളും ഹാജരാക്കിക്കൊണ്ട് അവരും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ വാദത്തിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ വാദം പറയുന്നതിന് വേണ്ടി തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. CMRLന് വേണ്ടി പ്രഗത്ഭനായ അഭിഭാഷകനെയാണ് ഇന്ന് ഹൈക്കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥ ലൂത്ര എന്ന് പറയുന്ന ആളാണ് CMRLന് വേണ്ടി ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരായി. ഇതിൽ പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ചത് ഒരു തെളിവോ ഇത് പരാതിയോ ഇല്ലാതെ തന്നെയുള്ള ഒരു കേസാണ് ED എടുത്തത്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകാൻ ആകില്ല എന്നായിരുന്നു CMRLന്റെ വാദം. പക്ഷേ അത് ഹൈക്കോടതി അംഗീകരിച്ചില്ല. പകരം ഈ വാദം കേൾക്കാം, പക്ഷേ ഈ അന്വേഷണത്തിന് സ്റ്റേ നൽകാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ ഇന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർവാദങ്ങൾ കേൾക്കാം. തുടർവാദത്തിന് ശേഷം അന്തിമ നടപടിയിലേക്ക് കടക്കാം എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് CMRL കേസുമായി ബന്ധപ്പെട്ട EDക്ക് ഒരു തടസ്സവുമില്ലാതെ അന്വേഷണം തുടങ്ങാനുള്ള എല്ലാ പച്ചക്കൊടിയും കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ED വളരെ വേഗത്തിൽ ഇനി അന്വേഷണത്തിലേക്ക് കടക്കും. കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിലെത്തിയായിരുന്നു വീണയെ ആദ്യഘട്ടത്തിൽ ഒരു ചോദ്യം ചെയ്യൽ നടത്തി. അത് വലിയ തരത്തിലുള്ള സംഘർഷത്തിനും തെരുവ് യുദ്ധത്തിനും ഒക്കെ വഴിവെച്ചിരുന്നു. എങ്കിൽ തന്നെയും അന്ന് വീണയുടെ കൈവശത്തു നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള രേഖകൾ EDയുടെ പക്കലുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളിൽ വലിയ തെളിവുകളുണ്ട് എന്ന് ഒരു പക്ഷേ കോടതിയെ ED അറിയിക്കും. അത് മാത്രവുമല്ല, വീണയുമായി ബന്ധപ്പെട്ട ബാങ്ക് ലോക്കറുകളിൽ പരിശോധന നടത്തണം എന്നൊരു നിർദ്ദേശം ED തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ആ വിവരവും ഒരു പക്ഷേ ED കോടതിയെ അറിയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് EDക്ക് പോകേണ്ട സാഹചര്യം കൂടി അവർ വ്യക്തമാക്കും. മാത്രവുമല്ല, SFIO നൽകിയിരിക്കുന്ന ഒരു അന്വേഷണ റിപ്പോർട്ടുണ്ട്. അതിൽ ഏകദേശം 2,70,00,000 രൂപയുടെ ക്രമക്കേട് എക്സാലോജിക്കും CMRLനുമായി സാമ്പത്തിക ഇടപാടിൽ നടന്നിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ SFIOയെ കണ്ടെത്തിയിരുന്നു. SFIOയുടെ റിപ്പോർട്ട് EDക്ക് നൽകിയിട്ടുണ്ട്. ആ SFIOയുടെ റിപ്പോർട്ട് കൂടി അടിസ്ഥാനമാക്കിയാണ് ED ഇപ്പോൾ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ SFIOയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി EDക്ക് അന്വേഷണം നടത്താനാവില്ല എന്ന് CMRLന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നു. പക്ഷേ അതിനെ തള്ളിക്കൊണ്ടാണ് സ്റ്റേ നീക്കിയത്. പക്ഷേ വീണ്ടും അന്വേഷണത്തിലേക്ക് കടന്നപ്പോഴേക്കും ഡിവിഷൻ ബെഞ്ചിനെയാണ് ഇപ്പോൾ CMRL സമീപിച്ചത്. പക്ഷേ ഡിവിഷൻ ബെഞ്ചിൽ എത്തിയപ്പോഴും EDയുടെ അന്വേഷണത്തിന് സ്റ്റേ ഇല്ല എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും അന്വേഷണം ഒരു പ്രതിസന്ധിയുമില്ലാതെ മുന്നോട്ട് പോകും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അറിയേണ്ടത് വീണയെ അല്ലെങ്കിൽ വീണ ടിയെ എന്തെങ്കിലും ഈ അടുത്ത നിമിഷങ്ങളിൽ ചോദ്യം ചെയ്യലിന് വിളിക്കുമോ, അല്ലെങ്കിൽ കൂടുതൽ തിരച്ചിലുകൾ അല്ലെങ്കിൽ റെയ്ഡുകൾ നടത്തുമോ, അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടം എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് അടുത്തത് അറിയേണ്ടത്. എന്തായാലും EDക്ക് ഒരു ആശ്വാസമാണ്. കാരണം നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് സ്റ്റേ ഇല്ല, നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, ഹൈക്കോടതിയിൽ തന്നെ വലിയ തരത്തിലുള്ള വാദം പറയുന്നതിന് തയ്യാറായിട്ടാണ് CMRL എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. കാരണം പൂർണ്ണമായും CMRL ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ച ഒരു വാദം EDയുടെ കൈവശം അല്ലെങ്കിൽ എൻഫോഴ്സ് ഡയറക്ടറേറ്റിൻ്റെ കൈവശം വീണയ്ക്ക് അല്ലെങ്കിൽ CMRLന് എതിരെയുള്ള ഒരു തെളിവുകളും കൈവശമില്ല. ആ തെളിവുകളൊന്നുമില്ലാതെയാണ് ED ഇപ്പോൾ അന്വേഷണം നടത്തുന്നതെന്ന തരത്തിലായിരുന്നു അവരുടെ വാദം. പക്ഷേ അത് ഹൈക്കോടതി അംഗീകരിച്ചില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണതോതിലുള്ള വാദം കേൾക്കാനും മറുവാദം പറയാനും തയ്യാറാണെന്ന് ഇരു കക്ഷികളും അറിയിച്ചതിനെ തുടർന്ന് കോടതി തൽക്കാലം സ്റ്റേയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. സ്റ്റേ നൽകിയില്ല. ഇനി ഒരു പക്ഷേ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഒക്കെ ഇത് സംബന്ധിച്ചുള്ള വാദം തുടരും. ആ വാദം പൂർണ്ണമായി കേട്ടതിന് ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കാം. എന്നാൽ തൽക്കാലം സ്റ്റേ ഇല്ല എന്നൊരു നിലപാട് ഇപ്പോൾ ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം ED ഇനി അന്വേഷണവുമായി മുന്നോട്ട് പോകും. ഒരു പക്ഷേ വീണ ഉൾപ്പെടെയുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യാം. കാരണം ശശിധരൻ കർത്തയുടെ മകൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ടെന്ന് ED തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു.
കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇതിൽ SFIO നടത്തിയ ഒരു അന്വേഷണമുണ്ട്. ആ അന്വേഷണത്തിലാണ് ഈ 2,70,00,000 രൂപയുടെ ഇടപാടുകൾ നടന്നിരിക്കുന്നത്. അതിൽ എക്സാലോജിക്കിന് കിട്ടിയ തുകയും ഒപ്പം തന്നെ വീണയ്ക്ക് കിട്ടിയ തുകയും വീണയുമായി CMRL നടത്തിയിട്ടുള്ള ഇമെയിൽ സന്ദേശങ്ങൾ വഴിയുള്ള വിവരങ്ങൾ കൈമാറുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ EDയുടെ കൈവശമുണ്ട്. ആ രേഖകൾ ഉൾപ്പെടെ കൈവശം വെച്ചുകൊണ്ട് തന്നെയാണ് ED കൃത്യമായി വാദം പറയാൻ തയ്യാറാണ് എന്ന് ഹൈക്കോടതിയെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിക്ക് മുന്നിൽ വാദം പറയാൻ തയ്യാറാണെന്ന് EDയും അറിയിച്ചതോടെയാണ് ഹൈക്കോടതി ഈ നിലപാടിലേക്ക് എത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് എന്തായാലും EDക്ക് നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം തുടരുന്നതിന് ഹൈക്കോടതിയുടെ അനുമതി വീണ്ടും കിട്ടിയിരിക്കുന്നു. ഡിവിഷൻ ബെഞ്ച് നൽകിയിരിക്കുന്നു വേണമെങ്കിൽ പറയാം. ഇനി ഒരു പക്ഷേ ഇന്ന് ഈ ഹർജിയിന്മേലുള്ള വാദം കേൾക്കാനുള്ള സാധ്യത ഉണ്ടോ അത് കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ വ്യക്തമാകുള്ളൂ. ഇപ്പോഴും വാദം തുടരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. CMRLന് വേണ്ടി പ്രമുഖരായ അഭിഭാഷകരാണ് കോടതിയിൽ ഹാജരായത്. EDയെ സംബന്ധിച്ചിടത്തോളം EDക്ക് അഭിമാനകരമായ ഒരു പോരാട്ടം തന്നെയാണ്. കാരണം അവരുടെ ഉദ്യോഗസ്ഥന്മാർ ഈ വീണയുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിൽ എത്തിയപ്പോഴേക്കും വലിയ തരത്തിലുള്ള എതിർപ്പുകളുണ്ടായി, സംഘർഷങ്ങളുണ്ടായി, അവരുടെ ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണിയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കണ്ടെത്തുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് EDയും വളരെ ശക്തമായ നിലപാട് കോടതിയിൽ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഒക്കെ വീണ്ടും വാദവും തുടർവാദവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കും കോടതി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. നിലവിൽ ഇപ്പോൾ EDയുടെ പരിശോധനയ്ക്ക് തടസ്സമില്ല. EDക്ക് പരിശോധന തുടരാം എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതൊരു വീണയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CMR സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടിയാണ്. ഒരു പക്ഷേ കോടതി ഇത്തരത്തിൽ ഒരു അനുമതി നൽകിയതോടുകൂടി തന്നെ ED വലിയ ശക്തിയായി തന്നെ മുന്നോട്ട് വരും. മാത്രവുമല്ല വീണയെ ഒരു പക്ഷേ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. EDയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് നിലപാടും ഇപ്പോൾ അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ED വളരെ വേഗത്തിൽ ഇനി അന്വേഷണത്തിൽ കൂടുതൽ കടക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം അവർ അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി EDയുടെ ഓഫീസിൽ വിവിധ തരത്തിലുള്ള റിപ്പോർട്ടുകൾ അവരുടെ ഡൽഹിയിലെയും ചെന്നൈയിലും ഓഫീസിലേക്ക് കൈമാറിക്കൊണ്ടിരുന്നു, വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. മാത്രവുമല്ല കൊച്ചിയിലുള്ള ED ഓഫീസിനുള്ള സുരക്ഷ ശക്തമാക്കിയുള്ള നീക്കങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇനി കോടതിയിൽ നിന്ന് തടസ്സം ഉണ്ടായില്ല എങ്കിൽ വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കുക എന്ന തരത്തിലേക്ക് എത്താൻ തന്നെയായിരുന്നു EDയുടെ നീക്കം. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ CMRലുമായി ബന്ധപ്പെട്ട ആ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യാൻ ഉള്ള നീക്കം EDയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ കൂടുതൽ തെളിവുകൾ വേണ്ടത് EDക്ക് കൂടുതൽ തെളിവുകൾ ആവശ്യമായി വരുന്നത് വീണ ടിയുടെ കാര്യത്തിലാണ്. വീണ ടിയുടെ പക്കൽ നിന്ന് തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അവർക്ക് കൈവശം കിട്ടിയിട്ടുള്ളത് മൊബൈൽ ഫോണും ഒപ്പം തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട രേഖകളുമാണ്. ഇതിൽ നിന്നാണ് ഇവരുടെ ബാങ്ക് ലോക്കറുകൾ തുറന്ന് പരിശോധിക്കാൻ എന്നൊരു തീരുമാനത്തിലേക്ക് ED എത്തിച്ചേർന്നിരിക്കുന്നത്. വലിയ താമസമില്ലാതെ ബാങ്ക് ലോക്കറുകളിലേക്കുള്ള പരിശോധനയിലേക്ക് കടക്കും. മാത്രവുമല്ല SFIO നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്മേലുള്ള അന്വേഷണത്തിനും ED തയ്യാറാകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. വിനോയ്, ഇപ്പോൾ ED എല്ലാ തെളിവുകളും ഇത്തരത്തിൽ കോടതിക്ക് മുന്നേ ഹാജരാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ വീണയ്ക്ക് നേരെ ഇനി അടുത്ത എന്ത് നടപടിയായിരിക്കും ഉണ്ടാകുക? ഇപ്പോൾ സ്റ്റേ ഒക്കെ പിൻവലിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്വേഷണം തുടരാമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ എന്ത് നടപടിയായിരിക്കും വീണയുടെ മേലുണ്ടാവുക? ED എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് തന്നെ അന്തിമവാദം പൂർത്തിയാക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല എൻഫോഴ്സ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ വീണയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ രേഖകൾ, വിവരങ്ങൾ, ഒപ്പം തന്നെ SFIO നടത്തിയ അന്വേഷണത്തിൽ കിട്ടിയ രേഖകൾ ഉൾപ്പെടെയെല്ലാം ഇന്ന് ഹൈക്കോടതിക്ക് മുമ്പിലേക്ക് അവർ ഹാജരാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം വാദം പറയാൻ തയ്യാറാണെന്നും CMRLൻ്റെ അഭിഭാഷകർ കോടതിയെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് ഇന്ന് തന്നെ വാദം പൂർണ്ണതോതിൽ കേൾക്കാൻ തയ്യാറായിരിക്കുന്നത്. ഒരു പക്ഷേ വൈകുന്നേരത്തോടുകൂടി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേരും. എങ്കിൽ തന്നെയും EDയുടെ അന്വേഷണത്തിന് നിലവിലെ സാഹചര്യത്തിൽ ഒരു തടസ്സവുമില്ല എന്നുള്ളത് ഏകദേശം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കുരുക്ക് മുറുകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം CMRനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കേസ് അവരുടെ മുന്നോട്ടുള്ള പോക്കിനെ കൃത്യമായി ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇതുമായി
ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ SFIOയെ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ആ രേഖകളിലാണ് 2,70,00,000 രൂപ വീണ ടി കൈപ്പറ്റിയിരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട വിവിധ അക്കൗണ്ടുകളിലേക്ക് പൈസ പോയിട്ടുള്ള വിവരവുമെല്ലാം തന്നെ SFIO കണ്ടെത്തിയത്. അതിൽ ആണ് ഈ സേവനം നൽകാത്ത സേവനത്തിന് പ്രതിഫലം കൈപ്പറ്റിയത് എന്നുള്ള സംഭവം അല്ലെങ്കിൽ എന്നുള്ളൊരു പരാതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന അതാണ് ഏറ്റവും വലിയ വിഷയമായി അല്ലെങ്കിൽ ഗൗരവമുള്ള വിഷയമാക്കിയിട്ട് ED ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളതും. ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് ഇപ്പോൾ ED എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തുടർന്നുള്ള വാദം പറയാൻ തയ്യാറാണെന്ന് EDയും തയ്യാറായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്ന് തന്നെ അന്തിമവാദം മൊത്തം വാദവും ഇന്ന് തന്നെ പൂർത്തിയാകുമോ അതോ വരും ദിവസങ്ങളിലും തുടരുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷേ ഇന്ന് തന്നെ വാദം കേൾക്കാൻ തയ്യാറാണെന്ന് കോടതി അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും വീണയെ സംബന്ധിച്ചിടത്തോളം CMRനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഒരു പക്ഷേ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ ഒരു പക്ഷേ അവരെ വീണ്ടും കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാം. അങ്ങനെ വീണ്ടും ചോദ്യം ചെയ്യലിൻ്റെ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ED കടക്കും എന്നുള്ളത് ഉറപ്പാണ്. അത്തരത്തിലൊരു നിർദ്ദേശം അവർക്ക് ലഭിച്ചിട്ടുണ്ട് ചെന്നൈയിലെയും ഡൽഹിയിലെയും ഓഫീസുകളിൽ നിന്നും. അതുകൊണ്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു വിധത്തിലെ വിയോജിപ്പുകളും തടസ്സവും ഉണ്ടാകാതിരിക്കാൻ തന്നെയാണ് ED കൃത്യമായി രേഖകൾ ഉൾപ്പെടെ, അതായത് വീണയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ രേഖകളും ഒപ്പം തന്നെ ബാങ്ക് രേഖകളും ഉൾപ്പെടെ കാര്യങ്ങളെല്ലാം തന്നെ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിൽ നിന്നും ഒപ്പം വാദം പറയാൻ തയ്യാറാണെന്നും അവർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ ഈ തുടർവാദം ഉണ്ടാകുമെങ്കിൽ തന്നെയും ഇതിനിടയിൽ തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ED വീണ ടിയെ ചോദ്യം ചെയ്യുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാര്യങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ EDയും നീക്കം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിലാണ് ഇപ്പോൾ വലിയ തിരിച്ചടി CMRL ലഭിച്ചിരിക്കുന്നത്. ED അന്വേഷണം തുടരാമെന്നൊരു ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവച്ചിരിക്കുകയാണ് ഡിവിഷൻ ബെഞ്ചും. അന്വേഷണത്തിൽ തൽക്കാലം ഇടപെടാനില്ല എന്നുമാണ് ഇപ്പോൾ കോടതി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ ഒരു സാമ്പത്തിക ഇടപാട് കേസിൽ CMRL ലഭിച്ചിരിക്കുന്നത്. എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിലാണ് തിരിച്ചടി. ED അന്വേഷണം തുടരാമെന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ടി ബിനോയാണ്. തിരികെ എത്താം. വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകളൊക്കെ തുറന്നു. പുത്തൻ ഉടുപ്പും ബാഗും കുടയുമൊക്കെയായി കുഞ്ഞുങ്ങൾ സ്കൂളിലെത്തിയിട്ടുണ്ട്. എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം നടത്തിയാണ് നവാഗതരെ വരവേറ്റത്. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി അപർണ കേസ് ചേരുന്നുണ്ട്. അപർണ, പ്രവേശനോത്സവ ചടങ്ങുകളൊക്കെ പൂർത്തിയായോ? മറ്റെന്തൊക്കെ പരിപാടികളാണ് ഇനി നടക്കാനുള്ളത്? എന്തൊക്കെയാണ് പ്രവേശനോത്സവ വിശേഷങ്ങൾ? അരുണിമ, പാഠമൊന്ന് പുതിയ വിദ്യാലയം എന്ന ആശയത്തോടു കൂടിയാണ് സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് വീണ്ടും തുറന്നിരിക്കുന്നത്. ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ സംസ്ഥാനതല പ്രവേശനോത്സവം പരിപാടികളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി VD സതീശനാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. പൊതു വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനാണ് ഇതിന് അധ്യക്ഷത വഹിച്ചത്. മറ്റ് മന്ത്രിമാരായ K മുരളീധരൻ അടക്കമുള്ളവർ ഇവിടെ സന്നിഹിതരായിരുന്നു. എല്ലാവരും തന്നെ വളരെ വലിയ ആശയങ്ങളാണ് കുട്ടികളുമൊക്കെ പങ്കുവെച്ചത്. വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെയായിരുന്നു. പുതിയ കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും ഇവിടെ നടക്കുകയുണ്ടായി. അത് മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൂടി കുട്ടികൾ
കേരളത്തിലെത്തി പഠിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ വേദിയിൽ വെച്ച് പറയുകയുണ്ടായി. കൂടാതെ തന്നെ ലഹരിക്കെതിരെ ശക്തമായ രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കണം. സ്കൂളുകൾ അതിന് പ്രത്യേക ശ്രദ്ധ ചെലുത്തണം. നമ്മുടെ വിദ്യാർത്ഥികളെ ലഹരിയുടെ പിടിയിൽ അകപ്പെടാൻ അനുവദിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം തുടങ്ങിയ സന്ദേശങ്ങളാണ് മന്ത്രിമാരടക്കമുള്ളവർ ഇവിടെ പങ്കുവച്ച്. വളരെ വിപുലമായ പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചത്. പരിപാടി കൃത്യം 10 മണിയോടുകൂടി തന്നെ ആരംഭിച്ചു. പുതുതായി ചേർന്ന കുട്ടികൾക്ക് ഇവിടെ പഠനോപകരണ വിതരണം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. മറ്റ് കലാപരിപാടികളും ഇവിടെ അരങ്ങിലുണ്ടായിരുന്നു. ശരി, വ്യക്തമാണ്. എന്തായാലും പുതിയൊരു അധ്യയന വർഷത്തിനു കൂടി തുടക്കമായിരിക്കുകയാണ്. 44 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇത്തവണ സ്കൂളിൽ എത്തിയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ആഘോഷത്തോടു കൂടി തന്നെ വലിയ കളറാക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇത്തവണത്തെ പ്രവേശനോത്സവം സ്കൂൾ തുറപ്പുമൊക്കെ നടത്തിയിട്ടുള്ളത്. കോഴിക്കോട് നിന്നും റിയാസ് KMR നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിയാസ്, അങ്ങനെ പുതിയൊരു അധ്യയന വർഷത്തിന് തുടക്കമായിരിക്കുകയാണ്. കുരുന്നുകളൊക്കെ സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രവേശനോത്സവത്തിന്റെ വിശേഷങ്ങൾ? തീർച്ചയായും, കാരണം കുട്ടികളെല്ലാം തന്നെ ആവേശത്തോടെ ചില കുട്ടികൾ സ്കൂളുകളിൽ പ്രവേശനോത്സവത്തിനെത്തിയപ്പോൾ ചില കുട്ടികൾ ഇപ്പോഴും അച്ഛനും അമ്മയും ഒക്കെ അവിടെ കൊണ്ടുവിട്ട് മടങ്ങുന്നതിന്റെ ഒരു വേദന, അതിലുള്ള അവരുടെ ചിണങ്ങലും കരച്ചിലുകളും ഒക്കെ നമുക്ക് സ്കൂൾ പ്രവേശനോത്സവ ദിവസം സ്കൂളുകളിൽ നിന്ന് കാണാൻ കഴിഞ്ഞു. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നത് നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പ്രവേശനോത്സവ ചടങ്ങ് MK രാഘവൻ MP ആണ് ഉദ്ഘാടനം ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാലുശ്ശേരി MLA VT സൂരജ് മുഖ്യാതിഥിയായി. ഒപ്പം തന്നെ അവിടെ പഠന കിറ്റ് വിതരണം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK നവാസ് നിർവഹിച്ചപ്പോൾ സമ്മാന വിതരണം സ്ഥിരസമിതി അധ്യക്ഷ റീമ കുന്നുമലും, യൂണിഫോം വിതരണം നടുവണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജ മുരളിയും നിർവഹിച്ചു. ഒപ്പം നമ്മൾ പ്രധാനമായും പോയ മറ്റൊരിടം എന്ന് പറയുന്നത് പുതിയങ്ങാടി GMUP സ്കൂളാണ്. ഒരു സർക്കാർ വിദ്യാലയമാണ്. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒരുപക്ഷെ പ്രവേശനം നേടിയ 100ഓളം കുട്ടികൾ പ്രവേശനം നേടിയ, ഈ വർഷം മാത്രം പ്രവേശനത്തിന് എത്തിയ ഒരു വിദ്യാലയമാണ് ഈ പുതിയങ്ങാടി GMUP സ്കൂൾ എന്ന് പറയുന്ന സർക്കാർ വിദ്യാലയം. അതായത് സർക്കാർ വിദ്യാലയങ്ങളൊക്കെ അക്കാദമിക് തലത്തിൽ ഒക്കെ വന്ന വലിയ മാറ്റം, ഒപ്പം തന്നെ സർക്കാർ വിദ്യാലയങ്ങളുടെ പശ്ചാത്തല സംവിധാനത്തിൽ വന്ന മാറ്റം, അതൊക്കെ കൃത്യമായി പ്രകടമാകുന്ന രീതിയിലുള്ള ഒരു പ്രവേശനോത്സവമാണ് ഇത്തവണ സർക്കാർ വിദ്യാലയങ്ങളിലായാലും മറ്റ് പൊതുവിദ്യാലയങ്ങളിലായാലും നടന്നത്. സാധാരണക്കാരുടെ മക്കൾ അച്ഛന്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ഉപ്പയുടെയും ഉമ്മയുടെയും കൈപിടിച്ച് വന്ന കുടുംബാംഗങ്ങളുടെ കൈപിടിച്ച് വിദ്യാലയത്തിലേക്ക് എത്തി അവരെ സംബന്ധിച്ച് അധ്യാപകർ അവരെ സമ്മാനങ്ങൾ നൽകി സ്വീകരിക്കുന്നു. വർണ്ണാഭമായിട്ടുള്ള സമ്മാനങ്ങൾ അവർക്ക് നൽകുന്നു. അത് നൽകി അവരെ സ്വീകരിക്കുന്നു. മധുരപലഹാരങ്ങൾ നൽകുന്നു. മാത്രമല്ല അവരെ വരവേൽക്കാനായി പാട്ടും നൃത്തവും അടങ്ങിയ കലാപരിപാടികളോടുകൂടി പ്രവേശനോത്സവം കെങ്കേമമാക്കുന്ന ഒരു കാഴ്ച നമുക്ക് വിദ്യാലയങ്ങളിൽ നിന്ന് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ പുതിയൊരു അധ്യയന വർഷം കൂടി തുടങ്ങുകയാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ഒരു പുതുവർഷം അക്ഷര വെളിച്ചത്തിലേക്ക് അവൻ ചുവടുവെക്കുന്ന അല്ലെങ്കിൽ അവൾ ചുവടുവെക്കുന്ന ഒരു സുന്ദരമായ ഒരു നിമിഷം കൂടിയാണ് ഈ ഒരു ദിനം എന്ന് പറയുന്നത്. അതിന്റെ ഒരു മനോഹരമായ കാഴ്ച കോഴിക്കോട് നഗരത്തിലെയും ഗ്രാമത്തിലെയും വ്യത്യാസമില്ലാതെ എല്ലാ വിദ്യാലയങ്ങളിലും കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രവേശനോത്സവത്തിന്റെ ചടങ്ങുകൾ ഇപ്പോഴും പല സ്കൂളുകളിലും അവിടെ പുരോഗമിക്കുകയാണ്. പലയിടത്തും പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പുതിയ വർഷത്തിൽ പുതിയ കൂട്ടുകാരും ഒക്കെയായി പുതിയൊരു ഇടത്ത് അവർ വീണ്ടും പഠനത്തിന്റെ കാലത്തിലേക്ക് പോവുകയാണ്. കുട്ടികളെ സംബന്ധിച്ച് 1ാം ക്ലാസ്സിലേക്കൊക്കെ വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ പുതിയൊരു കാലമാണ്. കാരണം ഇത്രയും കാലം അച്ഛനമ്മമാർക്കൊപ്പം ചെലവഴിച്ച, മാതാപിതാക്കൾക്കൊപ്പം ചെലവഴിച്ച് കളിച്ചുല്ലസിച്ചിരുന്ന നാളുകളിൽ നിന്നും വിഭിന്നമായി ഇനിയിപ്പോൾ പഠനത്തിന്റെ മണിക്കൂറുകളാണ്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള ക്ലാസ് സമയം ഉണ്ടാകുന്നു അവരുടെ ജീവിതത്തിൽ. അവർക്ക് പുതിയൊരു ജീവിതം ഉണ്ടാകുന്നു. പുതിയ കൂട്ടുകാർ വരുന്നു. അധ്യാപകർ, രക്ഷിതാക്കളുടെ സ്ഥാനത്ത് മറ്റൊരു രക്ഷിതാക്കൾ കൂടി വരുന്നു. അധ്യാപകരുടെ നേതൃത്വത്തിൽ ഒരു രക്ഷാകർത്തൃ സംവിധാനം വരുന്നു. അങ്ങനെ മനോഹരമായ രീതിയിലേക്ക് കുട്ടികൾ പോകുന്ന ഒരു കാഴ്ച കൂടിയാണ് ഈ പ്രവേശനോത്സവത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ശരി, വ്യക്തമാണ്. എന്തായാലും സംസ്ഥാനത്തെ സ്കൂൾ തുറന്നിരിക്കുകയാണ്. പുതിയൊരു അധ്യയന വർഷത്തിന് കൂടി തുടക്കമാവുകയാണ്. സംസ്ഥാനതല പ്രവേശനോത്സവം ഒക്കെ തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് നിർവഹിച്ചിട്ടുള്ളത്. അങ്ങനെ പുതിയ സൗഹൃദത്തിനും പുതിയ പ്രതീക്ഷകളുമൊക്കെ ആയിട്ട് നവാഗതർ ഉൾപ്പെടെ എല്ലാ കുട്ടികളും ഇപ്പോൾ സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും ആശംസകൾ തന്നെ നേരുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അപർണ KS കോഴിക്കോട് നിന്നും റിയാസ് KMR.
കോഴിക്കോട് മുക്കം കാരശ്ശേരിയിൽ സ്കൂൾ സമയ നിയന്ത്രണം ലംഘിച്ച് ടിപ്പർ ലോറികളുടെ മരണപ്പാച്ചിൽ. കളക്ടറുടെ ഉത്തരവ് പ്രകാരം രാവിലെ 8:30 മുതൽ 10 വരെയും വൈകുന്നേരം 3:30 മുതൽ 5 വരെയും ടിപ്പർ ലോറികൾക്ക് കർശനമായ യാത്രാവിലക്കുണ്ട്. എന്നാൽ ഈ സമയങ്ങളിലാണ് ഇതിലൂടെ ചില ടിപ്പർ ലോറികൾ വിദ്യാർത്ഥികളുടെ ജീവന് ഭീഷണിയാകും വിധം അമിത വേഗതയിലാണ് ചീറിപ്പായുന്നത്. സ്കൂൾ തുറന്നതോടെ രക്ഷിതാക്കളും ആശങ്കയിലാണ്. ചുരുക്കം ചില ലോറികൾ കാരണം കൃത്യനിഷ്ഠ പാലിക്കുന്ന മറ്റു ഡ്രൈവർമാർ കൂടി ജനങ്ങളുടെ മുൻപിൽ കുറ്റക്കാരാകേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. സമയ നിയന്ത്രണം ലംഘിച്ച് സർവീസ് നടത്തുന്ന ടിപ്പർ ലോറികൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പും പോലീസും കർശന നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹന്റെ വീടും സംഭവസ്ഥലവും സന്ദർശിച്ച് വനമന്ത്രി ഷിബു ബേബി ജോൺ 5 ലക്ഷം രൂപ കുടുംബത്തിന് ധനസഹായത്തിന്റെ ആദ്യ ഗഡു കൈമാറിയിട്ടുണ്ട്. ആനയെ റീലൊക്കേറ്റ് ചെയ്യാൻ ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഫെൻസിംഗ് വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് വ്യക്തമാകുന്ന തരത്തിൽ പോർട്ടൽ സ്ഥാപിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എന്നേക്കുമായി ഇതിന് പരിഹാരം എന്തെന്നുള്ള 3 നിലയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ 5-ാം തീയതി പ്രഖ്യാപിക്കാനിരിക്കും. അതിനെ റീലൊക്കേറ്റ് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. അതിനെ ഐഡന്റിഫൈ ചെയ്ത് റീലൊക്കേറ്റ് ചെയ്യാൻ ഞാൻ ഓൾറെഡി രാവിലെ പറഞ്ഞു. ഇന്ന് ചില കേന്ദ്രത്തിന്റെ ചില നിയമങ്ങളൊക്കെ ഇന്ന് തടസ്സമുണ്ട്. പക്ഷെ ഒരു തടസ്സവും നോക്കണ്ട. അതിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് റീലൊക്കേറ്റ് ചെയ്യും, മാറ്റാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ മമതാ ബാനർജി വിളിച്ച MLA-മാരുടെ യോഗത്തിലെത്തിയത് 80-20 പേർ മാത്രം. യോഗത്തിൽ ഭൂരിപക്ഷവും പങ്കെടുക്കാത്തതിൽ നേതൃത്വത്തിന് കടുത്ത ആശങ്കയുണ്ട്. MLA-മാർ പലരും പ്രതിഷേധ സ്ഥലങ്ങളിലെന്നാണ് TMCയുടെ ന്യായീകരണം. തൃണമൂൽ കോൺഗ്രസിന്റെ കാഴ്ചവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നുവെന്നും അഭിഷേക് ബാനർജി അടക്കം MLA-മാരുമായി സംസാരിക്കുന്നുണ്ടെന്നും BJP പരിഹസിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് പിന്നാലെ തുടങ്ങിയ തൃണമൂൽ കോൺഗ്രസിലെ തമ്മിലടി ഇപ്പോഴും തുടരുകയാണ്. പ്രാദേശിക നേതാക്കളുടെ കൂട്ടത്തോടെയുള്ള കൊഴിഞ്ഞുപോക്കിന് പിന്നാലെ നേതാക്കൾ പരസ്യമായി തമ്മിലടി തുടങ്ങിയതോടെ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും കടുത്ത പ്രതിസന്ധിയിലായി. വിവിധ ജില്ലകളിലായി പര്യടനം തുടരുന്ന മുഖ്യമന്ത്രി സുവേന്ദു അധികാരി BJPയിലേക്ക് ചാടാൻ തയ്യാറായ നേതാക്കളുമായി നേരിട്ട് കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ടെന്നാണ് വിവരം. പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രാജിവെച്ചതായി റിപ്പോർട്ട്. രാജ്യത്തെ നിർണായക തീരുമാനങ്ങളിൽ നിന്നും തന്റെ സർക്കാരിനെ പൂർണ്ണമായി ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നാണ് സൂചന. രാജിക്കത്ത് പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയുടെ ഓഫീസിന് കൈമാറിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാനിലെ ആഭ്യന്തര ഭിന്നതകളെ നിരീക്ഷിക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. എന്നാൽ പ്രസിഡന്റ് ഓഫീസിൽ തുടരുന്നുവെന്നും രാജിവെച്ചത് വെറും അഭ്യൂഹം മാത്രമാണെന്നുമാണ് ഇറാൻ അഭിപ്രായപ്പെടുന്നത്. ലെബനനിൽ കരയാക്രമണം വ്യാപിപ്പിച്ച ഇസ്രായേൽ. തെക്കൻ ലെബനനിലെ ചരിത്ര പ്രസിദ്ധമായ ബ്യൂഫോർട്ട് കോട്ടയും തന്ത്രപ്രധാനമായ കുന്നും ഇസ്രായേൽ സേന പിടിച്ചെടുത്തു. ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടാണ് കടന്നുകയറ്റം. 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് ലെബനന്റെ ഇത്രയും ഉള്ളിലേക്ക് ഇസ്രായേൽ അധിനിവേശം നടത്തുന്നത്. മധ്യകാലഘട്ടത്തിലെ 900 വർഷം പഴക്കമുള്ള തന്ത്രപ്രധാന കോട്ട സൈന്യം പിടിച്ചെടുത്ത് പതാക നാട്ടിയെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇസ്രായേൽ സേന കോട്ടയിൽ കടന്ന ദൃശ്യങ്ങൾ സേന പുറത്തുവിട്ടിട്ടുണ്ട്. ലിറ്റാനി നദിയുടെ തീരത്ത് തമ്പടിച്ചിരുന്ന സൈന്യം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറുകയായിരുന്നു. പ്രദേശത്ത് നിന്നും ഒഴിഞ്ഞു പോവാൻ സൈന്യം നാട്ടുകാരോട് ആവശ്യപ്പെട്ടു. ഇസ്രായേൽ ആക്രമണത്തെ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും അപലപിച്ചു.
ലബനനിൽ കരയാക്രമണം വ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. തെക്കൻ ലബനനിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ബ്യൂഫോർട്ട് കോട്ടയും അതിന്റെ തന്ത്രപ്രധാനമായ കുന്നുമൊക്കെ ഇസ്രായേൽ സേന പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായിട്ടുള്ള ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലൊരു കടന്നുകയറ്റം നടത്തിയിട്ടുള്ളത്. 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് ലബനന്റെ ഇത്രയും ഉള്ളിലേക്ക് ഇസ്രായേൽ അധിനിവേശം ഇങ്ങനെ നടത്തുന്നത്. മധ്യകാലഘട്ടത്തിൽ 900 വർഷം പഴക്കമുള്ള ഒരു തന്ത്രപ്രധാനമായ കോട്ടയാണിത്. ഈ ഒരു കോട്ടയാണ് ഇപ്പോൾ സൈന്യം പിടിച്ചെടുത്ത് പതാക നാട്ടി എന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇസ്രായേൽ സേന കോട്ടയിൽ കടന്ന ദൃശ്യങ്ങൾ സേന പുറത്തുവിട്ടിട്ടുണ്ട്. ലിറ്റാനി നദിയുടെ തീരത്ത് തമ്പടിച്ചിരുന്ന സൈന്യം കൂടുതൽ പ്രദേശങ്ങളിലേക്കൊക്കെ കടന്നു കയറുകയായിരുന്നു. പ്രദേശത്ത് നിന്നും ഒഴിഞ്ഞു പോകാൻ സൈന്യം നാട്ടുകാരോടൊക്കെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇസ്രായേൽ ആക്രമണത്തെ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ അപലപിച്ചിട്ടുണ്ട്. തൃശൂർ അതിരപ്പള്ളിയിൽ വനം മന്ത്രി ഷിബു ബേബി ജോണിന്റെ വാഹനം കാട്ടാനയ്ക്ക് മുമ്പിൽപ്പെട്ടു. വാഴച്ചാൽ ഗസ്റ്റ് ഹൌസിലേക്ക് പോകും വഴിയാണ് കാട്ടാനയ്ക്ക് മുൻപിൽ മന്ത്രിയുടെ വാഹനം പെട്ടത്. ചാർപ്പ ഭാഗത്ത് വെച്ചാണ് സംഭവം. വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ആനയെ റോഡിൽ നിന്നും തുരത്തി. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളിയിൽ വൈശ്ശേരിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹനന്റെ വീട് സന്ദർശിക്കാൻ എത്തിയതായിരുന്നു മന്ത്രി. തൃശൂർ വാഴച്ചാലിലാണ് വനമന്ത്രി ഷിബു ബേബി ജോണിന്റെ വാഹന വ്യൂഹത്തിൽ കാട്ടാന വഴിമുടക്കി നിന്നത്. തൃശൂർ വാഴച്ചാലിനടുത്ത് ചാർപ്പയിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ഫോറസ്റ്റ് ഗസ്റ്റ് ഹൌസിലേക്ക് പോവുകയായിരുന്ന വനമന്ത്രി ഷിബു ബേബി ജോണിന്റെയും സംഘത്തിന്റെയും വഴിമുടക്കിയായാണ് ചാർപ്പയിൽ കാട്ടാന വന്നു നിന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്നാണ് ആനയെ തുരത്തിയത്. അതിനുശേഷമാണ് മന്ത്രിയും സംഘവും ഒക്കെ യാത്ര പുനരാരംഭിച്ചത്. സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. ബൈക്ക് അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കണ്ണൂർ സ്വദേശി അർജുന്റെ 4 അവയവങ്ങളാണ് ദാനം ചെയ്തത്. ഹൃദയം, കരൾ, വൃക്കകൾ എന്നിവയാണ് ദാനം ചെയ്തത്. കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ നിന്നും എയർ ആംബുലൻസ് വഴി ഹൃദയം കൊച്ചിയിലെത്തിച്ചു. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്ന 48 വയസ്സുള്ള മലപ്പുറം സ്വദേശിക്കാണ് ഹൃദയം മാറ്റിവെക്കുന്നത്. ഇതോടൊപ്പം 2 അവയവങ്ങൾ കൂടി ഇന്ന് തന്നെ മാറ്റിവെക്കും. കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കും ഒരു വൃക്ക കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും എത്തിച്ചു. റോഡ് മാർഗമാണ് കോഴിക്കോടേക്ക് അവയവങ്ങൾ എത്തിച്ചത്. ഇതിനായി കണ്ണൂർ നിന്നും കോഴിക്കോടേക്ക് ഗ്രീൻ കോറിഡോർ ഒരുക്കിയിരുന്നു. ഈ മാസം 28-നാണ് അർജുൻ സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെടുന്നത്. തുടർന്ന് കണ്ണൂർ ആസ്റ്റർ മിംസിൽ ചികിത്സയിലായിരുന്ന അർജുന് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ അവയവദാന ഏജൻസിയായ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ വഴിയാണ് അവയവ കൈമാറ്റ പ്രക്രിയകൾ ഏകോപിപ്പിച്ചത്. സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം നടന്നിരിക്കുന്നു. ബൈക്ക് അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കണ്ണൂർ സ്വദേശി അർജുന്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. 4 അവയവങ്ങളാണ് ദാനം ചെയ്തിട്ടുള്ളത്. ഹൃദയം, കരൾ, വൃക്കകൾ എന്നിവയാണ് ദാനം ചെയ്തിട്ടുള്ളത്. കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ നിന്നും എയർ ആംബുലൻസ് വഴി ഹൃദയം കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട്. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്ന 48 വയസ്സുള്ള മലപ്പുറം സ്വദേശിക്കാണ് ഹൃദയം മാറ്റിവെക്കുന്നത്. ഇതോടൊപ്പം തന്നെ 2 അവയവങ്ങൾ കൂടി ഇന്ന് തന്നെ മാറ്റിവെക്കും. കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കും ഒരു വൃക്ക കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും എത്തിച്ചിട്ടുണ്ട്. റോഡ് മാർഗമാണ് കോഴിക്കോടേക്ക് അവയവങ്ങൾ എത്തിച്ചത്. ഇതിനായി കണ്ണൂരിൽ നിന്നും കോഴിക്കോടേക്ക് ഗ്രീൻ കോറിഡോർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിക്കുകയാണ്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വിലയിൽ 2% വർധനവ് രേഖപ്പെടുത്തി. ക്രൂഡ് ഓയിൽ വില ബാരലിന് $1.93 ഉയർന്ന് $93.05 ലെബനനിൽ ഇസ്രായേൽ അധിനിവേശം തുടരുന്നതും ഇറാൻ US സമാധാന കരാർ അന്തിമമാക്കാത്തതുമാണ് എണ്ണവില വർദ്ധിക്കാൻ കാരണം.
ഓഗസ്റ്റിൽ കാലാവധി അവസാനിക്കുന്ന ബ്രെന്റ് ഓയിൽ ഫ്യൂച്ചേഴ്സ് ബാരലിന് 2.1% ഉയർന്ന് $92.99 റിപ്പോർട്ടുകൾ. മലപ്പുറം ദേശീയപാത 66 കോട്ടക്കൽ മമ്മാലിപ്പടിക്കും സ്വാഗതമാടിനുമിടയിൽ ടൂറിസ്റ്റ് ബസും ലോറിയും തമ്മിലുണ്ടായ അപകടത്തിൽ 20 പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ ഉടൻ തന്നെ തിരൂരങ്ങാടി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരിൽ 6 പേരെ കൂടുതൽ ചികിത്സയ്ക്കായി മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ടൂറിസ്റ്റ് ബസ് അതേ ദിശയിൽ മുന്നിൽ പോയിരുന്ന ലോറിയുടെ പിറകിൽ ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻഭാഗം തകർന്നു. പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിച്ചത്. തൃശൂർ കേശേരിയിൽ കാറും ജീപ്പും കൂട്ടിയിടിച്ച് ഒരു മരണം. അപകടത്തിൽ 8 പേർക്ക് പരിക്കേറ്റു. കുറ്റിപ്പുറം സ്വദേശി മുഹൈമിനാണ് മരിച്ചത്. കേശേരി അക്കിക്കാവ് റോഡിൽ കുമ്പുഴ പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത്. ജീപ്പിലുണ്ടായിരുന്ന കാലടി പ്രേക്ഷിതാരം കോൺവെന്റിലെ സിസ്റ്റർമാരും ഡ്രൈവറും ഉൾപ്പെടെ 5 പേർക്കും കാറിലുണ്ടായിരുന്ന 3 പേർക്കുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിലും തൃശൂർ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 വാഹനങ്ങളുടെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. IPL ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനോട് പരാജയപ്പെട്ടതിന് പിന്നാലെ ഗുജറാത്ത് ടൈറ്റൻസ് ടീം സഞ്ചരിച്ചിരുന്ന ബസ്സിൽ തീയും പുകയും ഉയർന്നത് വലിയ ആശങ്ക സൃഷ്ടിച്ചു. ഫൈനലിന് ശേഷം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിന്ന് ടീം ഹോട്ടലിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സംഭവം. ഈ സാങ്കേതിക തകരാർ മൂലമുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് പുക ഉയരാൻ കാരണമെന്നാണ് കണ്ടെത്തൽ. ബസിനുള്ളിൽ പുക പടർന്നതിനെ തുടർന്ന് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഉൾപ്പെടെയുള്ള കളിക്കാരെയും ജീവനക്കാരെയും ഉടനടി ഒഴിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെങ്കിലും പകരം മറ്റൊരു ബസ് എത്തുന്നതുവരെ താരങ്ങൾക്ക് ഏകദേശം 1 മണിക്കൂറോളം റോഡരികിൽ കാത്തു നിൽക്കേണ്ടി വന്നു. കരൾ മാറ്റിവെക്കേണ്ടി വന്ന മനുഷ്യർ സംസ്ഥാന തലത്തിൽ സംഗമിച്ചു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ ലിവർ ഫൗണ്ടേഷൻ കേരളയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത്. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. വർഷം മുൻപ് ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള രൂപീകൃതമായ കോഴിക്കോട് നളന്തയിൽ തന്നെയാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരുടെ സംസ്ഥാനതല കൂട്ടായ്മ സംഘടിപ്പിച്ചത്. മദ്യപിക്കുന്നത് കൊണ്ടാണ് കരൾ രോഗങ്ങൾ വരികയെന്ന തെറ്റിദ്ധാരണ മാറ്റാൻ സംഘടനയുടെ പ്രവർത്തനത്തിലൂടെ സാധിച്ചെന്ന് ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള ഭാരവാഹിയും ചലച്ചിത്ര നടനുമായ വിജയൻ കാരന്തൂർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. പൊതുവെയുള്ളൊരു ധാരണ നല്ല കള്ളുടിച്ചിട്ടാണ് ഓന് കരൾ പോയതെന്നുള്ള. പക്ഷെ അങ്ങനെയല്ല. അതിൽ എനിക്ക് തോന്നുന്നു പകുതിയിലധികം ആളുകൾ നോൺ ആൽക്കോളിക് ലിവർ സിറോസ്, കുറേ സ്ത്രീകളായാലും കുട്ടികളായാലും ഒക്കെ വരുന്നത്. അപ്പം അങ്ങനെ ഒരു ധാരണ സമൂഹത്തിനുണ്ടായിരുന്നു. പക്ഷെ അത് കൃത്യമായൊരു ബോധവൽക്കരണം കൊണ്ട് ഇത് ആർക്കും വരാം എന്നുള്ള. കാരണം നമ്മളുടെ ജീവിത രീതികൾ, നമ്മളുടെ ഭക്ഷണ രീതികൾ, അതിൻ്റെയൊക്കെ ഒരു ഫാസ്റ്റ് ഫുഡ് അതുമാതിരിയുള്ളൊരു അതിൻ്റെ ഒരു പരിണത ഫലമാണിത്. ശസ്ത്രക്രിയയ്ക്ക് വേണ്ട തുക കണ്ടെത്താൻ നാട് കൈയോർത്ത് പലപ്പോഴും സാധിക്കാറുണ്ട്. എന്നാൽ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഭാരിച്ച ചെലവുള്ള തുടർ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനാവാതെ വിഷമിക്കുന്നവരാണ് ഏറിയ പങ്കും. ഇതോടെ സംഘടന തന്നെ ആശ്വാസ് എന്ന പേരിൽ പരസ്പര സഹായനിധി രൂപീകരിച്ച് അംഗങ്ങൾക്ക് ചെറിയ കൈത്താങ്ങ് നൽകി വരുന്നുണ്ട്. കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർക്ക് വർഷങ്ങൾക്ക് മുൻപ് സർക്കാർ പ്രഖ്യാപിച്ച് പിന്നീട് നിലച്ചുപോയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നും വിജയൻ കാരന്തൂർ പറയുന്നു. ശസ്ത്രക്രിയ ഏകദേശം എല്ലാവരും കൂടിയൊക്കെ ഒന്നിച്ച് കൈയൊക്കെ ഓർത്ത് പിടിച്ചിട്ട് കുറേ ആളുകളുടെ ക്രൗഡ് ഫണ്ടിങ്ങും അല്ലെങ്കിൽ കാശൊക്കെ എടുത്തിട്ട് അത് നടക്കും. അതിന് ശേഷമാണ് ശരിക്കും റിയൽ നമ്മളുടെ ഒരു ക്രൈസിസ് വരുന്നത്. കാരണം
വളരെ കോസ്റ്റ്ലിയ മെഡിസിൻസ്. അതില്ലാതെ ആജീവനാന്തം മരിക്കുന്നത് വരെ ആ മരുന്ന് കഴിച്ചേ പറ്റും. 1000 രൂപ പെൻഷൻ പ്രഖ്യാപിച്ചിരുന്നു. സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ ഭാഗമായിട്ട് കരൾ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ആളുകൾക്ക് 1000 രൂപ വെച്ചിട്ട്. പക്ഷേ അത് 4 വർഷമേ അത് നിന്നുള്ളൂ, പിന്നെ അതങ്ങ് നിന്നുപോയി. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാവാറില്ല. ഈ ഘട്ടത്തിൽ സർക്കാർ ബദൽ മാർഗങ്ങൾ തയ്യാറാക്കണമെന്ന സംഘടനാ ഭാരവാഹിയായ സൈതലവിയുടെ വാക്കുകൾ. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർക്ക് ഇൻഷുറൻസ് കമ്പനി ഒന്നും കിട്ടൂല. സർക്കാർ തലത്തിൽ ഞങ്ങൾ ഒരുപാട് തവണ പ്രസ് ചെയ്തിട്ട് ഒന്നും ഇതുവരെ ആയിട്ടില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് ജില്ലാ പഞ്ചായത്ത് മുഖാന്തരം മരുന്ന് കിട്ടുന്നുണ്ട് കുറച്ച്. അത് മറ്റേ ഫുള്ളായിട്ട് കിട്ടുന്നില്ലെങ്കിലോ ഒരു ഏകദേശം ഒരു ആശ്വാസമാണ്. മറ്റേ 5000 വരുന്നവരുണ്ട്, 10000 വരെ, 30000 വരെ മാസം മരുന്ന് വരുന്നവരുണ്ട്. ഇപ്പോൾ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിന്റെ പേരിലും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കണമെന്ന സ്വകാര്യ ബിൽ പാർലമെന്റിൽ ഇപ്പോഴും പരിഗണിക്കപ്പെടാതെ കിടക്കുകയാണെന്ന് ഉദ്ഘാടകനായ MK രാഘവൻ MP. താൻ കൊണ്ടുവന്ന ആ ബില്ല് പരിഗണിക്കും വരെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ ഒരു വർഷം മുമ്പ് നടന്ന ഒരു ലോകസഭാ സമ്മേളനത്തിൽ ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ല് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എടുത്തില്ല. അത് മറ്റൊന്നുമല്ല, ആരോഗ്യരംഗത്ത് ജനിച്ചു വീഴുന്ന മുഴുവൻ ആളുകൾക്കും നിർബന്ധമായും ഇൻഷുറൻസ് ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ആ ബില്ലിലെ എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. വീണ്ടും ജൂലൈ മാസം സമ്മേളനം ആരംഭിക്കുകയാണ്. വീണ്ടും അതിനുവേണ്ടി ആ ബില്ലെടുപ്പിക്കാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് ബില്ലുകളുണ്ടാകും. അപ്പോൾ ബില്ലുകൾ കൂടുമ്പോൾ മാറ്റി വെക്കപ്പെടും. ചലച്ചിത്ര താരം കുമാർ സുനിൽ മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 2800ഓളം പേരാണ് കൂട്ടായ്മയുടെ ഭാഗമായി ഉള്ളത്. സർക്കാരും സമൂഹവും ഏറ്റവും ഗൗരവകരമായി പരിഗണിക്കേണ്ട ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. നാളെ സമൂഹത്തിൽ ലിവർ ഫൗണ്ടേഷനിലെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കാതിരിക്കട്ടെ എന്ന് നമുക്കും പ്രത്യേകിക്കാം. ക്യാമറ പേഴ്സൺ റിഷാദ് ടിക്കയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.